ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും രാഗിതന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ യാത്ര പോണ്ടിച്ചേരിയിലേക്കാണ്. കുറച്ച് നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഞങ്ങൾ പോയത് പൂജ ഹോളിഡേയ്സിൻ്റെ ടൈമിലാണ്. ഇത് ഈ കാണുന്നത് റാംകോ സിമെൻറ്റിൻ്റെ യൂണിറ്റാണ്. ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഒരു 6:30 ടൈമൊക്കെയാണ്. ഏതാണ്ട് ഒരു 11 അവേഴ്സോളം നമുക്ക് വേണം പോണ്ടിച്ചേരിയിൽ എത്താൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ മേടിച്ച് കഴിച്ചു. ഫുഡ് അത്ര നന്നായിരുന്നില്ല. ഞാൻ ഫ്രൈഡ് റൈസും ചേട്ടൻ മീൽസും ഒക്കെയാണ് വാങ്ങിയത്. പക്ഷേ ഫുഡ് അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് നല്ല രസമായിരുന്നു. നല്ല കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ. ഞങ്ങൾ ഏതാണ്ട് വൈകുന്നേരമായി പോണ്ടിച്ചേരിയിലെത്തിയപ്പോൾ. ഈ കാണുന്നത് വൈകിട്ട് ഒരു 6 മണി ടൈമൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏതാണ്ട് എത്താറായി. ഇനി ഒരു 38 കിലോമീറ്ററും കൂടെ ഉണ്ട്. കണ്ടു എഴുതി വെച്ചിട്ടുണ്ട്. പുതുച്ചേരി 38 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട് ഇനി പോകാൻ വേണ്ടിയിട്ട്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പുതുച്ചേരിയിൽ എത്തിയിട്ടുണ്ട്. എത്തിയ സമയത്ത് അവിടെ നല്ല ബ്ലോക്കായിരുന്നു. പോരാത്ത തന്നെ നമ്മൾ റിസോർട്ടൊന്നും ബുക്ക് ചെയ്തിട്ടല്ല പോയത്. അവിടെ ചെന്നിട്ടാണ് ഓരോ റിസോർട്ടും ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്. പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. മിക്കതും ബുക്ക്ഡായിരുന്നു. പിന്നെ ഈ സാരാവി എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് ഞങ്ങൾ അവസാനം ബുക്ക് ചെയ്തത്. ഇവിടെ എൻ്റെ അനിയത്തി മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്കാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത്. 2 ദിവസവും 2 റേറ്റ് ആയിരുന്നു. നല്ല റേറ്റ് ഡിഫറൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ഇനി ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഇപ്പം നൈറ്റായി എങ്കിലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ചെസ്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തനിക്കൂട്ടനും ചേട്ടനും കൂടെ അതൊക്കെ ഒന്ന് കുറച്ച് നേരം കളിച്ചു. ഇനി നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെയും ഫുഡുണ്ട്, പക്ഷേ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കണം. അങ്ങനെ റെഡിയായി സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാം. ഇതാണ് പാർക്ക് കേട്ടോ. രാത്രി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഏതാണ്ട് റെസ്റ്റോറൻറ്റൊക്കെ അടച്ചു. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ചപ്പാത്തിയും ജ്യൂസും അങ്ങനെ ലൈറ്റായിട്ടേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നടന്നൊന്നും കാണാൻ പറ്റിയില്ല, രാത്രിയായി പോയില്ലേ. അങ്ങനെ ഇനി കിടന്നുറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണാം. ഇതാട്ടോ ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിട്ട് അങ്ങനെ കറക്റ്റ് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് മോർണിംഗ് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഈ പോകുന്ന വഴിക്ക് 2 സൈഡിലും അതുണ്ട് വെള്ളവും മീനൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അകത്തോട്ടും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഇനി റെഡിയൊക്കെ ആയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ പൂരിയും ചിക്കനൊക്കെയാണ് കഴിച്ചത്. പിന്നെ തനു പാസ്തയും അങ്ങനെയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഓറോവില്ലോട്ടാണ്. അവിടെ മാതൃമന്ദിർ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഓരോന്നിനും ടിക്കറ്റ് എടുക്കണം. ഇപ്പം നമ്മൾ മാതൃമന്ദിർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കാം. അതിന് കൂടാതെ തന്നെ അകത്തൊരു ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ട്. കണ്ടോ, ഒരു ഇൻഫോർമേഷൻ ഇതുണ്ട്. അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച് മനസ്സിലാക്കിയാൽ ആ ഒരു പ്ലേസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഹിസ്റ്ററിയും ഒക്കെ മനസ്സിലാവുന്നു കേട്ടോ. നമുക്ക് ഇത് കണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനോഗ്രേഷൻ ചെയ്തത് 1968 കേട്ടോ, ഫെബ്രുവരി 28 ആ ടൈമാണ്. ഈ സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ, നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1 to 1.5 കിലോമീറ്റർ അത്യാവശ്യം നടക്കാനുണ്ട് അവിടം വരെ എത്താനേ. അപ്പം നല്ല ആസ്വദിച്ച് നടന്നു പോവാം, പെതി നടന്നു പോവാം. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു പാർക്കോ സൈഡിലുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം നടന്ന് അവിടെ എത്തി കേട്ടോ. ഈ സംഭവം കാണാനാണ് ഞങ്ങൾ ഇത്രയും നടന്ന് വന്നത്. ഇത്രയും ഒരു ഡിസ്റ്റൻസിലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. ആ ഗോൾഡൻ കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കുണ്ടായിരുന്ന ഒരു മരമാണ്
അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു മരമായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ഒറ്റ മരമാണ്. അത് നോക്ക് എന്തുമാത്രം റൂട്ട്സ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറേ നമുക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇരുന്ന് ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി നമുക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നടക്കേണ്ടി വന്നില്ല. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വൈറ്റ് ടൗണാണ്. അതൊന്ന് കാണാൻ വേണ്ടി. ശരിക്കും ഒരു ഫ്രഞ്ച് കോളനി. അവിടെയും പലതരത്തിലുള്ള ബിൽഡിങ്സ്. മെയിൻലി ഞാൻ ഈ യെല്ലോ കളറാണ് കണ്ടത് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്. ഓരോയിടത്തും ചെന്ന് നിന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോ ബിൽഡിങ്ങും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഓരോ ബിൽഡിങ് ശരിക്കും ഓരോന്നിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി. ഞാൻ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട് ഇത്. അന്ന് എനിക്ക് ഇവിടെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാണണമെന്നും ഫോട്ടോസ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസ് എല്ലായിടത്തും നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ക്രാഫ്റ്റ്സ് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇത് ഓൾഡ് ലൈറ്റ് ഹൗസാണ് കണ്ടോ. ക്രാഫ്റ്റ് ബസാർ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ ക്രാഫ്റ്റ്സ്, കുറേ ബാഗ്സ്, നല്ല ഭംഗിയുള്ള ബാഗ്സും ഇതൊക്കെയുണ്ട്. അത്യാവശ്യം റേറ്റും ഉണ്ട്. ഞാൻ മേടിച്ചിട്ടില്ല, കാര്യങ്ങളൊന്നും കണ്ട് ഒന്ന് ആസ്വദിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമ്മുടെ റോക്ക് ബീച്ച്. ഇവിടെ ഒരുപാട് ബീച്ചുണ്ട്. റോക്ക് ബീച്ച്, സെറനിറ്റി ബീച്ച്, പാരഡൈസ് ബീച്ച്, ഓറോവിൽ ബീച്ച്, അങ്ങനെ കുറേ ബീച്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരെണ്ണമാണ് റോക്ക് ബീച്ച്, ഒരു ഫേമസ് ബീച്ച്. ഞങ്ങളൊരു ഉച്ച സമയം അടുപ്പിച്ചാണ് ഇവിടേക്ക് എത്തിയത് കേട്ടോ. എന്നാലും വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആ റോക്കിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റി. ഇരുന്ന് കുറേ സമയം ഈ കടലും കണ്ട് അവിടെ ആസ്വദിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു വൈകിട്ട് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ സെറനിറ്റി ബീച്ചിലോട്ട് പോയി. അവിടെ പോയിട്ട് അവിടെ കുറേ നേരം പാറയിലിരുന്നു. പിന്നെ പാറയിൽ കൂടെയൊക്കെ നടക്കുമല്ലോ, അങ്ങനെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ചേട്ടനും മോനും കടലിലിറങ്ങി. അവർക്ക് കടൽ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, കടലിലിറങ്ങണം. അങ്ങനെ അവർ കുറേ നേരം കടലിൽ, ഞാൻ ഇറങ്ങിയില്ല, അവർ കുറേ നേരം കടലിൽ കിടന്ന് കളിച്ചു. ഇതുപോലെ അവിടെ ഒരുപാട് പേര് കടലിലിറങ്ങുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ ബോട്ടിങ്ങിന് നോക്കി കേട്ടോ. മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ടിങ് അവിടെ കയറി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതിലെ SRM സ്പീഡ് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെയിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ടൈം വരുന്നത് മോർണിംഗ് 6 AM to 5:30 PM വരെയാണ്. വീണ്ടും ഞങ്ങൾ റിസോർട്ടിലൊക്കെ വന്നിട്ട് ഇന്നലത്തെ പോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. രാത്രി ഇപ്പം നമ്മൾ പോകുന്നത് വൈറ്റ് ടൗണിലോട്ടാണ്. അപ്പം മോർണിംഗ് നമ്മൾ കണ്ടല്ലോ, ഇനി രാത്രി എന്താണെന്ന് അറിയാൻ വേണ്ടി വലിയ തിരക്കൊന്നുമില്ല. ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലായിടവും കണ്ട് രാവിലെ കണ്ട അതേ സ്ഥലങ്ങൾ തന്നെ ഞങ്ങൾ വൈകിട്ട് വീണ്ടും ഒന്നുകൂടി നടന്ന് കണ്ടു കേട്ടോ. ഇതേ കണ്ടോ, ഓരോ ബിൽഡിങ്ങിലും ഉള്ള സംഭവങ്ങൾ നല്ല രസമല്ലേ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ നടന്ന് കാണാം. ഞങ്ങളിന്ന് ബോട്ടിങ്ങിന് പോയില്ല കേട്ടോ. ബുക്ക് ചെയ്തതേ ഉള്ളൂ. ലേറ്റ് ആയതുകൊണ്ട് നാളെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ 7 AM ആണ് അവർ പറഞ്ഞിരിക്കുന്ന ടൈം കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, റെഡിയൊക്കെ ആയി. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ വത്തിയിട്ടും അവരെത്തിയില്ല കേട്ടോ. ഞങ്ങളങ്ങനെ പോസ്റ്റായി ഇവിടെ കുറേ നേരം കുറ്റിയടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഫോൺ ചെയ്തപ്പോൾ ഉടനെ ഇപ്പം എത്താമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ലേറ്റായിട്ടാണ് അവർ വന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിങ് ഞങ്ങളും ഉണ്ടായിരുന്നു, പിന്നെ വേറെ 3 ആൾക്കാരും ഉണ്ടായിരുന്നു. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്ര അടിപൊളി. ബോട്ടിങ്ങിൻ്റെ പാക്കേജിൽ വരുന്നത് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണിക്കും കേട്ടോ. പിന്നെ അരക്കമേട്, അതിൽ അരക്കമേടിന് ടൈമുണ്ട്. ഇവിടെയാണ് അരക്കമേട് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈവനിങ് 5 o'clock അങ്ങോട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പോവാത്തത്. ഇന്നലെ വൈകിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് കാണുകയും ചെയ്യാമല്ലോ. ഇതിന് ടൈമിംഗ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ട് ഒരു 10 minutes ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറും കേട്ടോ. ഇവിടെ എനിക്ക് പോയപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. പണ്ട് ഇന്ത്യയും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൻ്റെയൊക്കെ ആ ഒരു തെളിവ്, ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഓഷ്യൻ മൗത്തും നമ്മുടെ കടലിൽ കൂടെ കുറേ നേരം പോയി, അതൊക്കെ കണ്ടു. പിന്നെ തിരിച്ചെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഈ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് നമുക്കിനി ഓറോവില്ല ബീച്ച് കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അവിടെ ഒട്ടും വന്നു.
ഇതാട്ടോ അവിടെ നല്ല വെയിലായിരുന്നു, പൊരി വെയിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നല്ല യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു. താല്പര്യമുള്ളവർ പോയി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.